your sales is in threat. ഹായ്, ഇൻസ്റ്റാഗ്രാം വഴിയാണോ ഇപ്പോഴും സെയിൽസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദെൻ യുവർ സെയിൽസ് ഈസ് ഇൻ ത്രെഡ്. DM ഓർഡേഴ്സ് വളരെ നല്ലതാണ്, നല്ല സട്ടിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നിങ്ങൾക്ക് ഓൺ വെബ്സൈറ്റിലേക്ക് ഈ സെയിൽസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ മേജർ ആയിട്ടുള്ള രണ്ട് അഡ്വാൻറ്റേജ് അതിൽ ഷെയർ ചെയ്യാം. വെരി ബേസിക് ആണ്. One is brand related ആയിട്ടുള്ള advantage, another one is sales or purchase related ആയിട്ടുള്ള advantage. So brand related advantage of own website is it will build trust. ബയർ വരുമ്പോൾ അവർക്ക് വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഡക്ട്സിന്റെ മറ്റു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ പോളിസീസ് ലൈക്ക് റിട്ടേൺസ്, റീഫണ്ട്, ഷിപ്മെന്റ് അത് ക്ലിയർ ആയിരിക്കും. ഓൾ ദ ഫീച്ചേഴ്സ്, FAQs എല്ലാം ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ബിൽഡ് ട്രസ്റ്റ്. അത് കൺവേർഷനിലേക്ക് പുഷ് ചെയ്യും. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇറ്റ് വിൽ ബിൽഡ് ക്രെഡിബിലിറ്റി. നിങ്ങൾക്ക് ഒരു ഓൺ വെബ്സൈറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ സെയിൽസ് കൺവേർഷൻസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ദ ബയർ വിൽ തിങ്ക് യു ആർ വെരി എസ്റ്റാബ്ലിഷ്ഡ്, യു ആർ വെരി സീരിയസ്, യു ആർ ലുക്കിംഗ് ഫോർ ലോങ് ടേം. അങ്ങനെയുള്ള ഒരു ഇമേജ് ബയേഴ്സിന് കൊടുക്കാൻ പറ്റും. തേർഡ് വൺ ഈസ് ദ ബ്രാൻഡ് കൺട്രോൾ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലുള്ളതിൽ യു ആർ വൺ അമംഗ് ദ മെനി ബ്രാൻഡ്സ്. സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്ന കുറേ ബ്രാൻഡ്സിന്റെ ഇടയിൽ ഒരു ബ്രാൻഡ് ആയിരിക്കും. ബട്ട് ഇൻ വെബ്സൈറ്റ് യു ആർ എക്സ്ക്ലൂസീവ്. വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഫീച്ചേഴ്സും നിങ്ങളുടെ കാര്യങ്ങളും മാത്രമേ കാണാൻ പറ്റൂ. സെക്കൻഡ് സെറ്റ് ഓഫ് സെയിൽസ് റിലേറ്റഡ് ഓർ പർച്ചേസ് റിലേറ്റഡ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. വെബ്സൈറ്റിന് ഒരുപാട് സെയിൽസ് റിലേറ്റഡ് അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് ക്വിക്ക് കമ്പാരിസൺ വിത്ത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റായിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒന്ന്, ട്രാഫിക്. ഇൻസ്റ്റാൾ ട്രാഫിക് യു ആർ നോട്ട് ഓണിങ് ദാറ്റ്. അത് ആസ് പെർ ദാറ്റ് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിന്റെ അൽഗോരിതം അത് വെച്ചിട്ടായിരിക്കും അത് മൂവ് ചെയ്തു. യു ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഇൻ ദാറ്റ് ഓർ ലിമിറ്റഡ് കൺട്രോൾ ഇൻ ദാറ്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വെബ്സൈറ്റ് അതിൽ വരുന്ന ട്രാഫിക്സും നിങ്ങൾക്ക് നല്ല കൺട്രോൾ ഉണ്ടാവും. എവിടെ നിന്നാണ് എങ്ങനെയാണ് വരുന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടാവും. ബിക്കോസ് ആസ് പെർ യുവർ റിക്വയർമെന്റ് പീപ്പിൾ വിൽ കം ടു യുവർ വെബ്സൈറ്റ്. സെക്കൻഡ് ഇസ് DM ഓർഡേഴ്സ്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷേ അത് സ്കെയിലപ്പ് ചെയ്യാൻ വളരെ ചാലഞ്ചിങ് ആണ്. മെസ്സേജസ്, റിപ്ലൈ, ലേറ്റ് റിപ്ലൈ, ദെൻ പേയ്മെന്റ് ഗേറ്റ് വേ, അതെല്ലാം ഒരു സ്കെയിലബിളിലേക്ക് പോകാൻ വെരി ടഫ് ആയിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വെബ്സൈറ്റ് എവരിവൺ നോ that is there for 24/7 with a proper structure, proper payment gateway. Third point is website act as a conversion system. ഇൻസ്റ്റാഗ്രാം ഒരിക്കലും അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ചെറിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലോട്ട് ഓഫ് കൺവേർഷൻ ട്രിഗറിങ് ഓർ കൺവേർഷൻ എൻകറേജിങ് സിസ്റ്റംസ് വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു വിസിറ്റർ അല്ലെങ്കിൽ ബയർ അവരെ ഒന്ന് കൺവേർട്ടർ അല്ലെങ്കിൽ ഒരു സെയിൽസ് കൺവേർഷനിലേക്ക് എൻകറേജ് ചെയ്യാൻ തന്നെ. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ്സ് ഇൻട്രസ്റ്റ് ആൻഡ് യൂസ് ദ വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം ടു കൺവേർട്ട് സെയിൽസ്. സോ എങ്ങനെ ഇൻസ്റ്റാഗ്രാം സെയിൽ സ്ലോലി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സ്ലോലി വെബ്സൈറ്റിലോട്ട് സെയിൽ മൈഗ്രേറ്റ് ചെയ്യാമെന്നുള്ള ഒരു സിമ്പിൾ, ഒരു പ്രാക്ടിക്കൽ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേ ഇതിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. സോ പ്ലീസ് ഡു ഫോളോ.